നമസ്കാരം. മെയ് 10 ജമ്മു മേഖലയിലുടനീളം പാകിസ്ഥാൻ സൈന്യം നടത്തിയ കനത്ത ഷെല്ലാക്രമണത്തിനും ഡ്രോൺ ആക്രമണത്തിനും 4 പ്രതിരോധ ഉദ്യോഗസ്ഥർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരുന്നത്. ഇതിൽ കരസേനയിലെ 2 സൈനികൻ, ഒരു ഇന്ത്യൻ വ്യോമസേനാ അംഗം, അതിർത്തി സുരക്ഷാ സേനയിലെ ഒരു സബ് ഇൻസ്പെക്ടർ എന്നിവരാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിനു ശേഷം നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ നിരവധി ദിവസങ്ങളിലായി ഷെല്ലാക്രമണവും വെടിവെപ്പും നടത്താൻ ശ്രമിച്ചിരുന്നു. ഒന്നും കാര്യമായി ഫലവത്തായില്ലെന്ന് മാത്രമല്ല, അതിനെല്ലാം അപ്പോൾ തന്നെ കൃത്യമായ മറുപടിയും ഇന്ത്യയിൽ നിന്നും കിട്ടി. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മുന്നിൽ നിന്ന് രാജ്യത്തെ ധൈര്യപൂർവ്വം നയിക്കുന്നതിനിടെയാണ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ് ജീവൻ നഷ്ടപ്പെട്ടതെന്നും പാകിസ്ഥാൻ നടത്തിയ അതിർത്തിയിലെ വെടിവെപ്പിൽ മറ്റ് 7 പേർക്ക് പരിക്കേറ്റുവെന്നും അതിർത്തി സുരക്ഷാ സേനയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിലെ ഷാപൂർ നിവാസിയായ സുബേദാർ മേജർ പവൻ കുമാർ ശനിയാഴ്ച രാവിലെ പൂഞ്ചിൽ നടന്ന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. 25 പഞ്ചാബ് റെജിമെന്റ് സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്ന അദ്ദേഹം 2025 ഓഗസ്റ്റ് 31 അംബാലയിൽ അവസാന നിയമനത്തോടെ വിരമിക്കേണ്ടതായിരുന്നു. എന്നിരുന്നാലും അതിർത്തിയിൽ സേവനം അനുഷ്ഠിക്കാൻ അദ്ദേഹം സ്വമേധയാ തീരുമാനിച്ചതാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഗരാജ് സിംഗ് ആർമിയിൽ ഹവിൽദാറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഐക്യവും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായി സുബേദാർ മേജർ കുമാർ ജീവൻ നൽകിയെന്നും അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടണമെന്നും മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഗു അനുശോചന സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഉപമുഖ്യമന്ത്രി മുകേഷ് അഗ്നിഹോത്രെ, കാംഗ്ര MP രാജീവ് ഭരദ്വാജ, മറ്റ് നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. RS-പുര സെക്ടറിൽ നടന്ന ഷെല്ലാക്രമണത്തിലും വെടിവെപ്പിലും പരിക്കേറ്റതിനെ തുടർന്നാണ് ജമ്മു കശ്മീർ ലൈറ്റ് ഇൻഫൻട്രിയിൽ നിന്നുള്ള റൈഫിൾമാൻ സുനിൽ കുമാർ മരിച്ചത്. ഇന്ത്യൻ വ്യോമസേനയിൽ മെഡിക്കൽ അസിസ്റ്റന്റായ 36-കാരനായ സർജൻ സുരേന്ദ്ര കുമാർ മോഘ ജമ്മു കശ്മീരിലെ ഉധംപൂരിൽ സേവനം അനുഷ്ഠിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ബാംഗ്ലൂരുവിലായിരുന്നു സുരേന്ദ്രകുമാറിന്റെ നിയമനമെങ്കിലും മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം കാരണം 4 ദിവസം മുമ്പാണ് അദ്ദേഹത്തെ ഉധംപൂരിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ 14 വർഷമായി അദ്ദേഹം വ്യോമസേനയുടെ മെഡിക്കൽ യൂണിറ്റിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. അതിനിടയിൽ മെയ് 10 വൈകുന്നേരം വെടിനിർത്തൽ വ്യവസ്ഥ നിലവിൽ വന്നെങ്കിലും അതിർത്തിക്ക് അപ്പുറത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവർ വെടിയുതിർത്താൽ ഞങ്ങൾ തിരിച്ചും വെടിവെക്കും. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കുള്ള നിലപാട്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു. അപ്പുറത്തു നിന്നും ബുള്ളറ്റുകൾ വന്നാൽ തിരിച്ച് ഷെല്ലുകൾ അയക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് നൽകിയ നിർദ്ദേശം. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടം തുടരാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഭീകര ശൃംഖലകൾക്ക് താവളവും സഹായവും പാകിസ്ഥാൻ നൽകി വരികയാണെന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഉന്നയിക്കും.